ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് മൂർച്ച കൂടുമ്പോ ഭാര്യ വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടിൽ വരുന്നത് സ്വാഭാവിക. ദേവികയുടെ അച്ഛനും അമ്മയും ചന്ദ്രോത്ത് വന്നത് അങ്ങനെ കണ്ടാ മതി. ചെറിയ ചെറിയ പൊട്ടിത്തെറിയിൽ തുടങ്ങി വലിയ ബോംബുകൾ ചന്ദ്രോത്ത് സ്ഫോടനങ്ങൾ സൃഷ്ടിക്കട്ടെ. അതൊക്കെ ശരിയാ. പക്ഷെ നന്ദന്റെ മനസ്സിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിക്കുന്ന ഇപ്പൊ എന്റെ പേടി. എന്താടാ? അല്ല, ഈ സ്വന്തക്കാരും ബന്ധുക്കളൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ ഋഷിയെ കൊന്നത് ഞാനാണെന്നങ്ങനെ നന്ദൻ വിളിച്ചു പറയുന്ന ഇപ്പൊ എന്റെ പേടി. ഹേയ്, ഈ ഇസബെല്ലെ അറിയിക്കാതെ നന്ദൻ ഒരു കാര്യവും ആരോടും പറയില്ല. അവന്റെ മനസ്സിന്റെ കൺട്രോള് ഇപ്പൊ എന്റെ കയ്യിലാ. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ പേടിക്കണ്ട. നോ ഇഷ്യൂസ്. എന്നാ അടുത്തൊരു ഇഷ്യൂ പറയട്ടെ. നീ ഓരോ ഇഷ്യൂ ആയിട്ടാണോ ഇപ്പൊ വന്നിരിക്കുന്നത്? എന്നാ പറയുന്നില്ല പോരെ? എടാ പറയടാ. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നമുക്കൊരു പാര വരാൻ ചാൻസ് ഉണ്ട്. എവിടുന്ന്? ആരാ അത്? അരുന്ധതി, ഋഷിയുടെ അമ്മ. അവരെന്താ പറഞ്ഞേ? ഞാൻ ഋഷിയെ കാണാൻ പോയിരുന്നല്ലോ. ഞാൻ കരുതി ഋഷിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാണുമ്പോൾ അവർക്ക് ഹാപ്പി ആവുമെന്നാ. അവർ നമുക്ക് പിന്തുണ തന്ന് നമ്മൾ സ്ട്രോങ് ആവുമെന്നാ. പക്ഷെ അവർ പറയുന്നത് നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകണ്ടെന്നാ. അതങ്ങ് പള്ളി പറയാൻ പാടില്ലായിരുന്നോ? ഞാനത് പറഞ്ഞു. ഋഷിയും കട്ടയ്ക്ക് കൂടെ നിന്നു. മകനെ തിരിച്ചിട്ടതിന്റെ സന്തോഷത്തില് അവരെല്ലാം കൂടെ പോലീസിൽ അറിയിക്കുന്ന ഇപ്പൊ എന്റെ പേടി. അറിയിക്കട്ടെ, അപ്പൊ കാണാം ഈ ബെല്ല ആരാണെന്ന്. തിരിച്ചു വന്നവനെ അതേപോലെ തിരിച്ചയക്കാനും എനിക്കറിയാം. ബെല്ല, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ. ഒരു സാധ്യത മാത്രമല്ലേ ഞാൻ പറഞ്ഞത്. എടാ, വ്യക്തമായിട്ടൊരു ലക്ഷ്യമായിട്ടാ ഞാൻ നിൽക്കുന്നത്. നന്ദൻ, അതിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും ഞാൻ തകർത്തെറിയും. അതിനി അരുന്ധതി ആയാലും അവളുടെ സന്തതി ആയാലും ശരി. ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് ഒന്ന് മാത്രമാ. നന്ദൻ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നില്ല, എനിക്കെല്ലാമായിരുന്നു. ദേവിക എന്ന ഗ്രാമീണ സുന്ദരി ഞങ്ങൾക്കിടയിലോട്ട് കയറി വരുന്നത് വരെ നന്ദനും ഞാനായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത്. മംഗലശ്ശേരി മാധവൻ എന്ന കള്ളുകുടിയനും തെമ്മാടിയുമായ അച്ഛൻ്റെ തോന്നിയവാസവും ഏതോ ഒരു ഗുണ്ടയ്ക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുമെന്ന ഭീഷണിയൊക്കെ കേട്ട നന്ദൻ അവളുടെ സങ്കടക്കടലില് അവനങ്ങ് വീണുപോയി. സഹതാപം പ്രണയമായി. എന്റെ സൗഹൃദം അവന് തമാശയായി. പിന്നീട് അകറ്റി നിർത്തി. ഇത്ര കാലം ഞാൻ ജീവിച്ചതും ഇപ്പൊ ജീവിക്കുന്നതും നഷ്ടപ്പെട്ട എന്റെ സ്വപ്നങ്ങളെ തിരിച്ചു പിടിക്കാനാ. നേടണം, നേടിയേ പറ്റൂ. ബെല്ല, ആദ്യം ദേവികയെ നന്ദൻ അകറ്റി നിർത്തണം. അന്ന് ക്യാമ്പസിൽ ഞാൻ അനുഭവിച്ചത് ഇന്ന് അവൾ അറിയണം. പിന്നെ നന്ദനെ എന്റേതാക്കണം. അതുവരെ ഈ നാടകം തുടരണം. ഋഷി പുറത്തിറങ്ങാൻ പാടില്ല. അവൻ പുറത്തിറങ്ങില്ല.